നാട്ടുകാര് തള്ളിയ ചില വിഷയങ്ങള് ഇനിയും സംഭവിക്കത്തില്ലെന്ന് പറഞ്ഞ ചില വിഷയങ്ങള് ഇന്ന് പകൽക്കാലം മുൻപിലെടുത്തുകൊണ്ട് വന്നാൽ അതിനെ അവൻ നിസ്സാരമായി കാണാതെ ആത്മാവിലൊന്ന് പ്രാർത്ഥിച്ച് ഏലിയാവ് പ്രാർത്ഥിച്ചപ്പോൾ മരിച്ചുപോയ കുട്ടിയുടെ ജീവൻ അവന്റെ ശരീരത്തിലേക്ക് വന്നതുപോലെ ഇന്ന് പകൽക്കാലം ആത്മാവിന്റെ ദാനം പ്രാപിച്ച ദൈവജനത്തോട് ഞാൻ ആത്മാവിൽ പറയുകയാ, നീ പ്രാർത്ഥിച്ച അധികാരത്തിന്റെ ചാവി കൊണ്ട് നീ പ്രാർത്ഥിച്ച അസാധ്യങ്ങളെ അവൻ സാധ്യമാക്കും. ഇന്ന് മകൻ അപകടം സംഭവിക്കട്ടെ. ഇന്ന് മകൾക്കാല വേദനയോടെ വന്നവരോട്, ഭാരത്തോടെ വന്നവരോട്, ഞെരുക്കത്തോടെ വന്നവരോട് നാളെ എന്താകും എന്റെ സന്തതിയുടെ കാര്യം, എന്റെ സഭയുടെ കാര്യം, എന്റെ ശുശ്രൂഷയുടെ കാര്യം എന്താകുമെന്ന് ചോദിച്ചു വന്നവരോട് ആത്മാവിപ്പകൽ പറയുകയാ, മുട്ടുമടക്കിക്കോ. ഒരു ദൈവ പ്രവർത്തി ദൈവം വെളിപ്പെടുത്താൻ പോകുകയാണ്. അല്ല, നാളെ വെളിപ്പെടുമെന്നല്ല പറഞ്ഞത്, ഇന്ന് രാത്രി വെളിപ്പെടുമെന്നല്ല പറഞ്ഞത്. ഈ വചനം പറയുമ്പോ ഏതൊക്കെയോ ശരീരങ്ങളുടെ മേൽ, ഏതൊക്കെയോ സഭകളുടെ മേൽ ഭാരത്തോടെ വന്നിരിക്കുന്ന ചിലരുടെ മേൽ ആ വിടുതൽ വെളിപ്പെടുന്നത് ഞാൻ ആത്മാവിൽ കാണുകയാ. യേശുക്രിസ്തുവിന്റെ നാമത്തിന്, യേശുക്രിസ്തുവിന്റെ നാമത്തിന് എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? അല്പസമയം കാലത്താട്ടി അന്യഭാഷയിൽ ദൈവത്തിന് മഹത്വം കൊടുക്കുക. ജീവൻ തിരികെ കൊടുത്തു കേട്ടോ. 17-ാം അധ്യായം ആമേൻ ഒറ്റപ്പെടുത്തുന്നു ഏലിയാവിനെ. സാരാഫാത്തിലെ വിധവ ആദ്യം ഒറ്റപ്പെടുത്തി. ആമേൻ ഇങ്ങനെയാ പറയുന്നത്, എന്റെ പാപം ഓർപ്പിക്കേണ്ടതിനും എന്റെ മകനെ കൊല്ലേണ്ടതിനുമാണോ നീ എന്റെ അടുക്കൽ വന്നത്? ഇന്ന് മകൾ ഞാൻ ആത്മാവിൽ ഒരു ശബ്ദം കൈമാറുകയാ. ഇത് കേട്ടിട്ട് നീ ഓടരുത്, ഏലിയാവേ നീ പോകരുത്. അവിടെ നിൽക്ക്, അവിടെ നിൽക്ക്. നിന്നെ കുറിച്ച് ദൈവത്തിന് പദ്ധതിയുണ്ട്. ഇതേ നാവ് കൊണ്ട് ഞാൻ തിരുത്തി പറയിപ്പിക്കും. ശ്വസിക്കുന്ന എത്ര പേരുണ്ട്? ഇതേ നാവ് കൊണ്ട് ഞാൻ തിരുത്തി പറയിപ്പിക്കും. തിരുത്തി പറയിപ്പിച്ചോ? 17-ാം അധ്യായത്തിന്റെ അവസാന വാക്യം ഇങ്ങനെയാ, അവൻ നീ ദൈവം